ബിഗ് ബോസ് മലയാളം സീസൺ 7 ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള രണ്ടാമത്തെ ടാസ്ക് നൂറ കൈയടക്കിയിരിക്കുകയാണ്. നൂറയ്ക്ക് 9 പോയിന്റ് ആണ് ഈ ടാസ്ക് വിൻ ചെയ്തതിന് കൂടി ലഭിച്ചിരിക്കുന്നത്. ഈ ടാസ്കിന്റെ പ്രത്യേകത, ഇത് ആക്ടിവിറ്റി ഏരിയയിലായിരുന്നു നടന്നത്. ഒരേ സമയത്ത് 3 ആൾക്കാർ ഒരുമിച്ചാണ് ടാസ്ക് ചെയ്യേണ്ടത്. 3 പേരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് എത്തുക. അവരുടെ മുൻപിൽ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിൽ വൃത്താകൃതിയിലുള്ള ഒരു പ്രതലം ഉണ്ടായിരിക്കും. അത് ഊരിയെടുക്കുവാൻ കഴിയുന്നതാണ്. കറക്കി തിരിച്ചാണ് അത് ഊരി പുറത്തെടുക്കേണ്ടത്. അത് കറക്കുന്നതിനോടൊപ്പം ഇവരും കറങ്ങിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ കറങ്ങി ആ പ്രതലം അവിടുന്ന് ഊരിയെടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള മറ്റൊരു പ്രതലത്തിലേക്ക് കൊണ്ടുവന്നത് സ്ഥാപിക്കുകയും അതിനുശേഷം തൊട്ടടുത്ത് മറ്റൊരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിന്റെ മുകളിൽ കുറെ അധികം പസിലുകൾ ചിതറിക്കിടക്കുന്നുണ്ട്. ആ പസിലുകളെല്ലാം എടുത്ത് ഇവരവിടേക്ക് കൊണ്ടുപോയി സ്ഥാപിച്ച വൃത്താകൃതിയിലുള്ള പ്രതലത്തിന്റെ മുകളിൽ കൃത്യമായിട്ട് സംയോജിപ്പിച്ചു വെക്കുക. അങ്ങനെ പസിലുകളെല്ലാം കൃത്യമായി സംയോജിപ്പിച്ചു കഴിയുമ്പോൾ, കഴിഞ്ഞ ദിവസം ദീപാവലിക്ക് പടക്കം പൊട്ടി തീർന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ആ വലിയ വാതിലിൽ ഒരു ബാനർ താഴേക്ക് ഇറങ്ങി വരുന്നത്. ആ ബാനർ താഴെ വന്നപ്പോൾ അതിൽ കാണുവാൻ കഴിഞ്ഞത് ടിക്കറ്റ് ടു ഫിനാലെ എന്നുള്ളൊരു ബോർഡും പിടിച്ചുകൊണ്ട് ഒരാൾ ഓടുന്ന പടമാണ്. അതേ ചിത്രം തന്നെയാണ് ഈ പസിലുകളെല്ലാം കൃത്യമായി സംയോജിപ്പിച്ചു കഴിയുമ്പോൾ ദൃശ്യമാവുക. അങ്ങനെ ആദ്യമായിട്ട് പോകുന്നത് അനീഷും സാബുമാനും അനുമോളും കൂടിയായിരുന്നു. 3 ആൾക്കാരും വളരെ ഗംഭീരമായി പ്രയത്നിച്ചു. എന്നാൽ അനുമോൾക്ക് മാത്രമേ ആ പസിലുകൾ കൃത്യമായിട്ട് ചെയ്യുവാൻ കഴിഞ്ഞുള്ളൂ. മറ്റ് 2 ആൾക്കാരും ആവേശം കൊണ്ട് വൃത്താകൃതിയിലുള്ള ആ പ്രതലം ഇളക്കിയെടുക്കുവാൻ വേണ്ടി വട്ടം കറങ്ങുന്നതിനിടയിൽ പിരിവെട്ടിപ്പോയതാണെന്ന് തോന്നുന്നു. 2ഉം ഇളക്കിയെടുക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അനുമോൾ കൃത്യസമയത്ത് അത് ചെയ്തിട്ട് പോയി. ബാക്കിയുള്ള 2 ആൾക്കാരും നോക്കുകുത്തികളായി അവിടെ നിന്നു. പിന്നീട് ബിഗ് ബോസ് അവർക്ക് വേണ്ടി മറ്റൊരു സമയം അനുവദിക്കുകയായിരുന്നു ആ പ്രതലം ശരിയാക്കി വെച്ചതിന് ശേഷം. എന്തായാലും ടിക്കറ്റ് ടു ഫിനാലയുടെ 2ാം ടാസ്ക് അവസാനിച്ചു. എല്ലാ ആൾക്കാരും ഈ പസിലുകൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിന്നറെ തീരുമാനിക്കുക. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പസിലുകൾ ക്രമീകരിച്ചു വെക്കുന്ന വ്യക്തി, ആ ആളാണ് 1ാം സ്ഥാനത്തിന് അർഹനായി അല്ലെങ്കിൽ അർഹയായി മാറുന്നത്. ഇവിടെ 1ാം സ്ഥാനം നൂറ കരസ്ഥമാക്കിയത് വെറും 14 മിനിറ്റും 45 സെക്കൻഡും കൊണ്ടായിരുന്നു. അതിൽ കൂടി നൂറയ്ക്ക് 9 പോയിന്റുകളാണ് ലഭിക്കുന്നത്. അനീഷ് വളരെ കഷ്ടപ്പെട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ അനീഷ് 9ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ അനീഷിന് 1 പോയിന്റ് മാത്രമേ ലഭിച്ചുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ ടാസ്കിലും അനീഷിന് പോയിന്റ് ഉണ്ടായിരുന്നു. 3 പോയിന്റാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത്. അതും കൂടി ചേർത്ത് വെക്കുമ്പോൾ ഇന്ന് അനീഷിന് 4 പോയിന്റാണ് ടോട്ടലി ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ടാസ്കിൽ 1ാം സ്ഥാനം കൊണ്ടുപോയ ആര്യന് ഈ പ്രാവശ്യം 8ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ആര്യൻ 32 മിനിറ്റും 10 സെക്കൻഡും എടുത്തിട്ടാണ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 2 പോയിന്റാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇന്നലത്തെ 9 പോയിന്റ് കൂടി ആഡ് ചെയ്യുമ്പോൾ 11 പോയിന്റ് ടോട്ടലി ആര്യന് ലഭിച്ചിട്ടുണ്ട്. 27 മിനിറ്റും 11 സെക്കൻഡും കൊണ്ടാണ് ആദില ഈ പസിൽസ് കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആദിലയ്ക്ക് 7ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 3 പോയിന്റാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ടാസ്കിൽ ലഭിച്ച 5 പോയിന്റും ഇന്നത്തെ 3 പോയിന്റും കൂടി ആഡ് ചെയ്തു ടോട്ടൽ 8 പോയിന്റാണ് ആദിലയ്ക്ക് ഇപ്പോഴുള്ളത്. നന്നായി പരിശ്രമിച്ചെങ്കിലും 25 മിനിറ്റും 26 സെക്കൻഡും എടുത്തിട്ടാണ് അക്ബർ പസിൽ കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് അക്ബർക്ക് 6ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 4 പോയിന്റാണ് ലഭിച്ചത്. ഇന്നലത്തെ ടാസ്കിലും തനിക്ക് 4 പോയിന്റ് ലഭിച്ചിരുന്നു. അങ്ങനെ ടോട്ടലി 8 പോയിന്റിലേക്ക് അക്ബർ എത്തിയിരിക്കുകയാണ്. 5ാം സ്ഥാനത്തെത്തിയത് സാബുമാനാണ്. 22 മിനിറ്റും 48 സെക്കൻഡും എടുത്തിട്ടാണ് അദ്ദേഹം ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. 5 പോയിന്റാണ് സാബുമാൻ ലഭിച്ചത്. ഇന്നലത്തെ ടാസ്കിൽ സാബുമാൻ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ 8 പോയിന്റ് തനിക്ക് ലഭിച്ചു. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുമ്പോൾ 8ഉം 5ഉം 13 പോയിന്റാണ് 2 ടാസ്കിൽ കൂടി സാബുമാന് കരസ്ഥമാക്കുവാൻ കഴിഞ്ഞത്. 22 മിനിറ്റും 34 സെക്കൻഡും കൊണ്ട് അനുമോൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ 4ാം സ്ഥാനത്ത് അനുമോൾ എത്തിയിരിക്കുകയാണ്. 6 പോയിന്റാണ് തനിക്ക് ഇതിൽ കൂടി ലഭിച്ചത്. ഇന്നലത്തെ 6 പോയിന്റും ഇന്നത്തെ 6 പോയിന്റും അങ്ങനെ 12 പോയിന്റ് അനുമോൾ ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അടുത്തത് ഷാനവാസ്. 20 മിനിറ്റും 51 സെക്കൻഡും എടുത്ത് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. 3ാം സ്ഥാനത്താണ് ഷാനവാസ് എത്തിയിരിക്കുന്നത്. 7 പോയിന്റാണ് തനിക്ക് ഈ ടാസ്കിൽ ലഭിച്ചത്. ഇന്നലത്തെ ടാസ്കിൽ താൻ ആദ്യം തന്നെ ഔട്ടായി എങ്കിലും 1 പോയിന്റ് ലഭിച്ചിരുന്നു. അങ്ങനെ 7 3 8 പോയിന്റിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. 2ാം സ്ഥാനത്തേക്ക് എത്തിയത് ഈ ടാസ്കിൽ നെവിനാണ്. 18 മിനിറ്റും 21 സെക്കൻഡും കൊണ്ട് അദ്ദേഹം ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ 2ാം സ്ഥാനത്തിലേക്ക് എത്തി. 8 പോയിന്റുകളാണ് നെവിന് കരസ്ഥമാക്കുവാൻ കഴിഞ്ഞത്. ടിക്കറ്റ് ഫിനാലിയുടെ തുടക്ക സമയത്ത് 1 പോയിന്റ് തനിക്ക് ലഭ്യമായിരുന്നു. ഇന്നലെ 2 പോയിന്റ് കൂടെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നെവിന് ലഭിച്ചിരിക്കുന്ന ടോട്ടൽ പോയിന്റ് 11. ഇന്നത്തെ ടാസ്കിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിയ നൂറയ്ക്ക് 9 പോയിന്റ് ലഭിച്ചു. കഴിഞ്ഞ ദിവസത്തെ ടാസ്കിൽ 7 പോയിന്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോയിന്റ് പട്ടികയിൽ ഏറ്റവും മുൻപിൽ എത്തി നിൽക്കുന്ന വ്യക്തി ഇപ്പോൾ നൂറയാണ്. 16 പോയിന്റാണ് നൂറയ്ക്ക് കരസ്ഥമാക്കുവാൻ കഴിഞ്ഞിരിക്കുന്നത്. വളരെ ആവേശത്തോടു കൂടി ഈ മത്സരം മുൻപോട്ട് പോവുകയാണ്.
ഇവിടെ രാവിലെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വിധികൾ തീർച്ചയായിട്ടും മാറി മറിയുവാൻ സാധ്യതയുണ്ട്. കാരണം ടാസ്ക് പല തരത്തിലുള്ളതാണ്. ചില ടാസ്കുകൾ ഫിസിക്കൽ ടാസ്ക് ആണെങ്കിൽ ചിലത് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. എന്നാൽ മറ്റു ചില ടാസ്കുകളാകട്ടെ അത് മനസ്സിന്റെ ബലം കൊണ്ട്, ആത്മസംയമനം കൊണ്ട് വിജയിക്കേണ്ടതാണ്. അപ്പോൾ പലതരത്തിലുള്ള ടാസ്കുകൾ വരുമ്പോൾ ഓരോരുത്തരുടെയും എബിലിറ്റി പലതായതുകൊണ്ട് തന്നെ ആരായിരിക്കും വിൻ ചെയ്യുക എന്ന് പറയുവാൻ കഴിയില്ല. എല്ലാവരും ടിക്കറ്റ് ടു ഫിനാലെ ഈസി ആയിട്ട് കരസ്ഥമാക്കാൻ പോകുന്ന വ്യക്തി ആര്യനായിരിക്കും എന്നാണ് പ്രവചിച്ചിരുന്നത്. കാരണം ആര്യൻ ഫിസിക്കൽ ടാസ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ടാസ്കിൽ ആര്യന് വെറും 2 പോയിന്റ് മാത്രമാണ് ലഭിച്ചത്. കാരണം ഇത് അങ്ങേയറ്റം കോൺസെൻട്രേഷൻ ആവശ്യമുള്ളതും ആത്മസംയമനത്തോടു കൂടി ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അവിടെയാണ് നൂറ വിജയം കണ്ടത്. എന്തായാലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ടിക്കറ്റ് ടു ഫിനാലെ പിടിച്ചടക്കും എന്ന് കരുതിയ ആര്യൻ ഇപ്പോൾ 11 പോയിന്റ് മാത്രമേ ഉള്ളൂ. ആര്യനേക്കാൾ 5 പോയിന്റും കൂടി അധികം കരസ്ഥമാക്കി നൂറ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അടുത്ത ടാസ്കുകളിൽ ആർക്ക് വിജയിക്കുവാൻ കഴിയും, ആരായിരിക്കും ടിക്കറ്റ് ടു ഫിനാലെ എന്നുള്ള ആ വലിയ സ്വപ്നം അച്ചീവ് ചെയ്യുവാൻ പോകുന്ന വ്യക്തി, അത് കാണുവാൻ വീണ്ടും നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.